ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മുരിങ്ങക്കായ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല രുചിയുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 5 മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത്. അളവ് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ മുരിങ്ങക്കായ സാമ്പാറിനൊക്കെ എടുക്കുന്ന പോലെ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ആ ഒരു വലുപ്പത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ തോലൊക്കെ ഇതേപോലെ നമുക്ക് പീൽ ചെയ്ത് മാറ്റി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 5 എണ്ണം നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവോള വേണം. അത് ഞാൻ സ്ക്വയറായിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ പുളിരസത്തിനായിട്ട് ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല വഴറ്റാം. അതിനായിട്ട് 1.5 ടീസ്പൂൺ അളവിൽ മല്ലിയും 3-4 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് ആദ്യം ഒന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുഴുവൻ മല്ലിയും മുളകും ഇല്ല എന്നുണ്ടെങ്കിൽ പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അവസാനം ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ ആദ്യം വറുത്ത് തുടങ്ങാം. അപ്പോൾ ഇതിപ്പോൾ ഡ്രൈ റോസ്റ്റ് ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരു അരമുറി തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 അല്ലി ചുവന്നുള്ളി അത് ഞാനൊന്ന് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന രീതിയിൽ വറുത്തെടുക്കാം. അപ്പോൾ പൊടിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തേങ്ങ വറുത്തതിന് ശേഷം, അതായത് ചുവന്നുള്ളിയും വേപ്പിലയും മാത്രം ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിയും മുളകും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം ഫ്രഷായിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന ഈ അരപ്പിന് ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുക്കുക. അതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ചട്ടിയിൽ തന്നെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചൂട് തട്ടിയിട്ട് തേങ്ങ കരിഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതേ ചട്ടിയിൽ തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 10 മണി ഉലുവ, കൂടുതലാവരുത്, 10 മണി മാത്രം മതി, ഉലുവയും കൂടെ പൊട്ടിച്ച് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു 2 പച്ചമുളക് നെടുകെ പൊട്ടിച്ചതും ചേർത്ത് ഒന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇനി സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സവോളയുടെ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇടല്ലോ. ആ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി, ഇപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6-7 അല്ലി വെളുത്തുള്ളി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പകുതി സവോള ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഇനി നമുക്ക് മുരിങ്ങക്കായും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുരിങ്ങക്കായ എണ്ണയിലൊന്ന് അങ്ങനെ ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും. അതേപോലെ തന്നെ മുരിങ്ങക്കായ വെന്ത് ഉടഞ്ഞു പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സവോളയുടെ കൂടെ തന്നെ അതൊന്ന് ചേർത്തൊന്ന് വഴറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് പിന്നെ വേറെ ഒന്നും നമുക്ക് ചേർക്കാനില്ല. കാരണം ഓൾറെഡി നമ്മൾ മുളകും മല്ലിയൊക്കെ തേങ്ങയിൽ വറുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും ഒരു 4-5 മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഈ സവോളയും മുരിങ്ങക്കായൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ സവോളയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുരിങ്ങക്കായും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളിക്ക് ആയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ വളംപുളി യൂസ് ചെയ്യുന്നില്ല, പകരം തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വളംപുളി ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ അതേ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ പറയാനുള്ള കാര്യം, നമ്മൾ ആദ്യം തന്നെ തക്കാളിയും ഉപ്പൊന്നും ചേർക്കരുത്. ഉപ്പ് ചേർക്കാതെയാണ് നമ്മൾ മുരിങ്ങക്കായ വഴറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ മുരിങ്ങക്കായയിൽ ഉപ്പ് തട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കല്ലിച്ചു പോവും. അത് കാരണം കൊണ്ടാണ്. ഇനി ഞാൻ കുറച്ചൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുരിങ്ങക്കായും തക്കാളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഒരു 3-4 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം.
അപ്പോൾ ആ സമയം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നല്ല അസ്സലായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. ഒരു 4 മിനിറ്റിന് ശേഷം നമുക്ക് ചട്ടി തുറന്ന് നോക്കാം. അപ്പോഴേ നമ്മളുടെ മുരിങ്ങക്കായൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതായത് മുഴുവനായിട്ട് നന്നായിട്ട് വെന്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ആ ഒരു നല്ലൊരു പച്ച കളറൊക്കെ ഒന്ന് ഫെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഗ്രേവി എടുക്കുന്നത്. അതിനുശേഷം ആ മുരിങ്ങക്കായുടെ മുഴുവനായിട്ട് വെന്ത് വരുമ്പോഴേക്കും ഗ്രേവിയൊക്കെ വറ്റി നന്നായിട്ട് ചാറൊക്കെ കുറുകി വരും. അപ്പോൾ ഉപ്പ് ഇപ്പോൾ തേങ്ങ അരപ്പും വെള്ളമൊക്കെ ചേർത്ത കാരണം കൊണ്ട് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ ഗ്രേവിയൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ആ മല്ലിയിലൊക്കെ ആ ഒരു കുത്തുണ്ടാവില്ലേ, അതൊക്കെ മാറി ആ മുരിങ്ങക്കായുടെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 6-7 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞാൻ അടച്ച് വെക്കുമ്പോൾ എപ്പോഴും ഈ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടച്ച് വെക്കാറ്. അപ്പോൾ ആ ആവിയൊക്കെ അതിലേക്ക് പോയി എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതേപോലെ നല്ല അത്യാവശ്യം കുറുകി ചാറൊക്കെ കുറുകി നമുക്ക് കിട്ടും. ഇപ്പോഴും അത്യാവശ്യം ഒരു ചെറിയൊരു ലൂസിലാണ് ചാറ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒഴിച്ചുകറിയായിട്ട് കഴിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഒന്നും കൂടി ചാറൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ചാറ് കുറുകി കിട്ടും. അപ്പോൾ ഞാനത് ഒരു 2-3 മിനിറ്റും കൂടെ അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമ്മളുടെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും. ചോറിൻ്റെ കൂടെ ആയാലും ഈ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങ അരപ്പിൽ വെന്ത് ആ ഒരു മസാലയൊക്കെ മുരിങ്ങക്കായുടെ ഉള്ളിലൊക്കെ പിടിച്ച് നല്ല അസൽ കറിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാൻ ചട്ടി തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, ആ ചാറൊക്കെ കുറുകി നല്ല അടിപൊളിയായിട്ട് കറി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട്. അപ്പം മുരിങ്ങക്കായ വെച്ചിട്ട് സാധാരണ പരിപ്പൊക്കെ ഇട്ട് വെക്കുന്നതിന് പകരമായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.